Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. നഴ്സിംഗ് ഡയറക്ടർ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നോ? എല്ലാവരും വായിച്ചൊക്കെ നോക്കിയോ? വായിച്ചു നോക്കിയോ? മിസ് ഈ അവർ രമ്യ മിസ് അല്ലായിരുന്നു? അല്ല അല്ല, ഞാനാണ് കേട്ടോ. ഓക്കെ ഓക്കെ. ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നഴ്സിംഗ് ഡയറക്ടർ വരെയുള്ള കാര്യങ്ങള് വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? നെക്സ്റ്റ് വൺ നഴ്സിംഗ് സൂപ്രണ്ട് ആണ് കേട്ടോ. നഴ്സിംഗ് സൂപ്രണ്ടിന്റെ അവരുടെ റോൾ എന്താണ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. നഴ്സിംഗ് സൂപ്രണ്ട് ആക്ട് ആസ് ദ സെക്കൻഡ് കമാൻഡ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ നഴ്സിംഗ് കമാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്, അതായത് സെക്കൻഡ് കമാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? അത് നഴ്സിംഗ് സൂപ്രണ്ട് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ ഞാനിപ്പോ പറഞ്ഞത്. ഒരു ഹോസ്പിറ്റലില്, അത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനില് സെക്കൻഡ് കമാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഏത് വ്യക്തിയാണ്? എന്റെ ആൻസർ എന്ന് പറയുന്നത് നഴ്സിംഗ് സൂപ്രണ്ട് ആണ്. ഓക്കെ. He or she will be held responsible for management and supervision of nursing service of the different departments of the hospital. ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നഴ്സിംഗ് സേവനങ്ങളുടെ നടത്തിപ്പിന്റെയും മേൽനോട്ടത്തിന്റെയും റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അത് നഴ്സിംഗ് സൂപ്രണ്ടിനാണ്. ഒരു ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും അല്ലെ? ആ ഡിപ്പാർട്ട്മെന്റുകളിലെ നഴ്സുമാരുടെ അവരുടെ എന്താ പറയാ, അവർക്ക് സൂപ്പർവിഷൻ കൊടുക്കുകയും അവരെ മാനേജ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? അത് നഴ്സിംഗ് സൂപ്രണ്ട് ആണ് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. He or she will be held responsible for management and supervision of nursing service of the different departments of the hospital. Okay. Next one. In all areas of the nursing activity, he or she will help the nursing director and act as director in the absence of the nursing director. അതുപോലെ തന്നെ നഴ്സിംഗ് ഡയറക്ടറുടെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? നഴ്സിംഗ് ഡയറക്ടർ ചെയ്യുന്ന എല്ലാ ജോലികളിലും അവരെ സഹായിക്കുകയും അവരുടെ അഭാവത്തിൽ, മീൻസ് അവരുടെ ആബ്സെൻസിൽ അവരുടെ റോള് നിർവഹിക്കുകയും ചെയ്യുന്നത് ആരാണ്? അത് നഴ്സിംഗ് സൂപ്രണ്ട് ആണ്. അപ്പൊ 3 പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് ഞാനിപ്പോ പറഞ്ഞത്. ആദ്യത്തേത് ഞാൻ പറഞ്ഞു, ഒരു ഹോസ്പിറ്റലില് ഒരു നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനില് ആരാണ്? സെക്കൻഡ് കമാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് നഴ്സിംഗ് സൂപ്രണ്ട് ആണെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, ഒരു എന്താ പറയാ, അതായത് ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ നഴ്സുമാരുടെ ഏകോപനം, അവരുടെ മാനേജ്മെന്റ്, അവരുടെ സൂപ്പർവിഷൻ എന്നീ കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? അതും നഴ്സിംഗ് സൂപ്രണ്ട് ആണ്. ദെൻ ലാസ്റ്റ് വൺ പറഞ്ഞു, നഴ്സിംഗ് ഡയറക്ടറെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ട് ആണ്. കൂടാതെ നഴ്സിംഗ് ഡയറക്ടറുടെ ആബ്സെൻസിൽ അവരുടെ റോള് ചെയ്യുന്നതും ആര് തന്നെയാണ്? നഴ്സിംഗ് സൂപ്രണ്ട് ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നഴ്സിംഗ് സൂപ്രണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഒന്നും കൂടി പറയണോ അല്ലെ? ഓക്കെ, ഒന്നും കൂടി പറയാം. 3 പോയിന്റ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം.
3 പോയിന്റ്. ആദ്യത്തേത് ഞാൻ പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സെക്കൻഡ് കമാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്, അതൊരു ഹോസ്പിറ്റലിലെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ സെക്കൻഡ് കമാൻഡർ ആണെന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? അത് നഴ്സിംഗ് സൂപ്രണ്ടിനെയാണ് വിശേഷിപ്പിക്കുന്നത്. രണ്ടാമത്തേത്, ഹോസ്പിറ്റലിലെ പലവിധ ഡിപ്പാർട്ട്മെന്റുകളിലും സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ മാനേജ്മെന്റും അവരുടെ സൂപ്പർവിഷനും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടാണ്. മൂന്നാമത്തെ പോയിന്റ്, നഴ്സിംഗ് ഡയറക്ടറുടെ ജോലിയിൽ സഹായിക്കുകയും അവരുടെ ആബ്സെൻസിൽ അവരുടെ ജോലി ചെയ്യുകയും ചെയ്യേണ്ടത് ആരാണ്? അത് നഴ്സിംഗ് സൂപ്രണ്ടാണ്. ക്ലിയർ ആയോ? ഇപ്പൊ ചോദിച്ച ആൾക്കാർക്ക് ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, he or she will help the nursing director in his work. എന്താണ് ഞാൻ പറഞ്ഞു? നഴ്സിംഗ് ഡയറക്ടറുടെ തൊട്ട് താഴെയുള്ള പോസ്റ്റ് ആണ് നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോ നഴ്സിംഗ് ഡയറക്ടർക്ക് എന്ത് ജോലിയാണോ കൊടുത്തിരിക്കുന്നത് അതില് അവരെ സഹായിക്കേണ്ടത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടാണ് കേട്ടോ. നഴ്സിംഗ് ഡയറക്ടറെ അവരുടെ ജോലിയിൽ സഹായിക്കേണ്ടത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടാണ്. അതാണ് അവരുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഹി ഓർ ഷീ വിൽ, അതായത് അവനോ അവളോ ആകട്ടെ, ചിലപ്പോ മെയിൽ ആകാം ഫീമെയിൽ ആവാം അല്ലെ. ഈ നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയുന്നത് ആര് തന്നെ ആയാലും അവർ എന്ത് ചെയ്തിരിക്കണം? നഴ്സിംഗ് ഡയറക്ടറെ അസിസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സസ്. അതായത് നഴ്സുമാരുടെ മാസ്റ്റർ റൊട്ടേഷൻ നടത്തിയിരിക്കണം. എന്താണ് ഈ മാസ്റ്റർ റൊട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് സ്റ്റാഫ് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് സ്റ്റാഫ് കുറവുള്ള സ്ഥലത്തേക്ക് സ്റ്റാഫുകളെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റാഫുകളെ വലിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കാർഡിയാക് ഐസിയുവില് ചിലപ്പോൾ കൂടുതലായിട്ട് നഴ്സുമാരുടെ ആവശ്യമുണ്ടാകാം. മെഡിക്കൽ ഐസിയുവില് കാർഡിയാക് ഐസിയുവിൽ അത്ര സ്റ്റാഫുകളുടെ ആവശ്യം ഉണ്ടായില്ലെന്ന് വരാം. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? മെഡിക്കൽ ഐസിയുവിൽ നിന്ന് കുറച്ച് സ്റ്റാഫുകൾ എന്ത് ചെയ്യും? കാർഡിയാക് ഐസിയുയിലേക്ക് അസ്യൂം ചെയ്യും അല്ലെ. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്ന് ആവശ്യമുള്ള സ്ഥലത്തേക്ക് സ്റ്റാഫുകളെ വലിച്ചിടുന്നതാണെന്ത്? മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. മാസ്റ്റർ റൊട്ടേഷൻ ചെയ്യുന്നത് ആരാ? അപ്പോ അത് ചെയ്യുന്നത് നഴ്സിംഗ് സൂപ്രണ്ടാണ്. ഓക്കെ, അതായത് സ്റ്റാഫുകളെ ഡ്യൂട്ടിക്ക് ഇടുന്നത്, അതായത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്നും ആവശ്യമുള്ള സ്ഥലത്തേക്ക് വലിച്ചിടുന്നത് നഴ്സിംഗ് സൂപ്രണ്ടാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, ദാറ്റ് ഈസ് മാസ്റ്റർ റൊട്ടേഷൻ. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, ചെക്ക് ആൻഡ് കൺഫേം ദ ഡ്യൂട്ടി റോസ്റ്റർ ഓഫ് സ്റ്റാഫ് നഴ്സ് പ്രിപ്പയർഡ് ബൈ നഴ്സിംഗ് ഇൻചാർജ്. നഴ്സിംഗ് ഇൻചാർജ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്യൂട്ടി റോസ്റ്റർ ചെക്ക് ചെയ്യുക, അത് കൺഫേം ചെയ്യുക. ഓക്കെ, അതായത് നഴ്സിംഗ് ഇൻചാർജ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട്. ആ വ്യക്തിനെ കുറിച്ച് നമ്മൾ ഇനി തുടർന്ന് പഠിക്കും. ആ വ്യക്തി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്യൂട്ടി റോസ്റ്റർ എന്ത് ചെയ്യണം? പരിശോധിക്കണം. കൂടാതെ അത് കൺഫേം ചെയ്യണം. ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു നഴ്സിംഗ് സൂപ്രണ്ടാണ്. അപ്പൊ എന്താണ് ഡ്യൂട്ടി റോസ്റ്റർ? ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാല് ടൈം ഷെഡ്യൂൾ ആണ് കേട്ടോ. അതായത് ഓരോ സ്റ്റാഫുകളുടെയും ഷിഫ്റ്റുകളും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് തീരുമാനിക്കുക, അത് ചെക്ക് ചെയ്യേണ്ടതും അത് കൺഫേം ചെയ്യേണ്ടതും ആരാ? അത് ഈ ഒരു നഴ്സിംഗ് സൂപ്രണ്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 3 പോയിന്റ് പറഞ്ഞു. ആദ്യത്തെ പോയിന്റ് പറഞ്ഞു നഴ്സിംഗ് ഡയറക്ടറെ സഹായിക്കുക. ഓക്കെ, രണ്ടാമത്തേത് മാസ്റ്റർ റൊട്ടേഷൻ നടത്തുക, സ്റ്റാഫുകളെ വലിച്ചിടുക. മൂന്നാമത്തേത് സ്റ്റാഫുകളുടെ ഡ്യൂട്ടി റോസ്റ്റർ ചെക്ക് ചെയ്യുകയും കൺഫേം ചെയ്യുകയും ചെയ്യുക. ഡ്യൂട്ടി റോസ്റ്റർ റെഡിയാക്കുന്നത് ആരാണ്? അത് നഴ്സിംഗ് ഇൻചാർജ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ്, അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. അതായത് രാത്രി ഷിഫ്റ്റിൽ ഉണ്ടായിരുന്ന സൂപ്പർവൈസറുടെ അടുത്ത് നിന്ന് റിപ്പോർട്ട് തേടുക.
ഓക്കെ, ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്നത് രാത്രിയും അവർക്ക് ഡ്യൂട്ടി ഉണ്ടാകും, അതുപോലെ ഡേ ടൈമിലും അവർക്ക് ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോ ഡേ ടൈമിൽ വരുന്ന നഴ്സിംഗ് സൂപ്രണ്ട് എന്ത് ചെയ്യണം? രാത്രി നിൽക്കുന്ന നഴ്സിംഗ് സൂപ്പർവൈസറോട് എന്ത് ചെയ്യണം? രാത്രിയിലത്തെ കാര്യങ്ങളെ കുറിച്ച് റിപ്പോർട്ട് നേടണം. ചിലപ്പോൾ രാത്രി ചിലപ്പോൾ പേഷ്യൻസ് ഒക്കെ വന്നെന്നിരിക്കാം, അവരുടെ വിവരങ്ങളും മറ്റും, പിന്നെ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെന്റും മറ്റു രോഗികൾക്ക് രാത്രിയിൽ നടത്തിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ റിപ്പോർട്ട് എന്ത് ചെയ്യണം? നേടേണ്ടത് നഴ്സിംഗ് സൂപ്രണ്ടാണ്. 4 പോയിന്റ് ക്ലിയർ ആയോ പറഞ്ഞത്? 4 എണ്ണം. ഓക്കെ. നെക്സ്റ്റ് വൺ, ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. അല്ലെ, സ്റ്റാഫുകളുടെ സ്റ്റാഫ് നഴ്സുമാരുടെ ഒക്കെ മീറ്റിംഗ് എന്ത് ചെയ്യുക? റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക. ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മീറ്റിംഗ് ഉണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ ദിവസവും മീറ്റിംഗ് ഉണ്ടാവും. അങ്ങനെയുള്ള മീറ്റിംഗുകൾ അറേഞ്ച് ചെയ്യേണ്ടത് ആരാ? അത് നഴ്സിംഗ് സൂപ്രണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ, കീപ്പ് ദ റെക്കോർഡ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. അതായത് ഇവിടെ സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് പലവിധ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും അവിടെ ജോലിക്ക് വന്നിരിക്കുന്നവര്. അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളും സെമിനാറുകളും കണ്ടക്ട് ചെയ്യുന്നവരുടെ പട്ടിക, അതായത് എത്ര പേര് അങ്ങനെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ അവയർനെസ് പ്രോഗ്രാമുകളാണ് അവർ നേടിയിരിക്കുന്നത്, അങ്ങനെയുള്ള വിവരങ്ങള്, അതിന്റെ റെക്കോർഡുകള് സൂക്ഷിച്ചു വെക്കേണ്ടത് ആരാണ്? ഈ ഒരു നഴ്സിംഗ് സൂപ്രണ്ടാണ് കേട്ടോ. അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകള് അവര് നേടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകള്, സെമിനാറുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ട്. ഓക്കെ. ദെൻ സൂപ്പർവൈസ് നീറ്റ്നെസ് ഓഫ് ദ വാർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നഴ്സിംഗ് ഇൻചാർജ്. ഇനി ഇവിടെ പറയുന്നുണ്ട്, നഴ്സിംഗ് ഇൻചാർജിന്റെ സഹായത്തോടു കൂടി വാർഡിലെ വൃത്തിയാക്കൽ കാര്യങ്ങള് ചെയ്യുക. അതായത് വാർഡിൽ എന്താണ്, ഓരോ വാർഡിലും ശുചിത്വം നമ്മള് നീറ്റ്നെസ് നമ്മള് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അപ്പൊ നഴ്സിംഗ് ഇൻചാർജിന്റെ സഹായത്തോടു കൂടി എന്താണ് ആ ഒരു ഒരു വാർഡിന് വേണ്ടിയിട്ടുള്ള നീറ്റ്നെസ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സൂപ്പർവൈസ് ചെയ്യുക. അപ്പൊ നഴ്സിംഗ് ഇൻചാർജിന് എന്ത് ചെയ്യും? നമ്മള് സൂപ്പർവിഷൻ അവർക്ക് അഡ്വൈസ് കൊടുക്കും എന്തൊക്കെയാണ് ആ വാർഡിന് ചെയ്യേണ്ടത്. അതനുസരിച്ച് ആ ഒരു നഴ്സിംഗ് ഇൻചാർജ് എന്ത് ചെയ്യും? അവിടെയുള്ള ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിനോട് പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അവിടെയുള്ള കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ പറയും. അപ്പൊ അതിന് സൂപ്പർവിഷൻ കൊടുക്കുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടാണ്. ഓക്കെ. Then last one, arrange and plan nursing care activities of the wards as per hospital policies and services. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ പോളിസീസ് അനുസരിച്ച് അവിടെയുള്ള അവിടെയുള്ള പ്രൊസീജിയേഴ്സ് അനുസരിച്ച് എന്ത് ചെയ്യണം? രോഗി പരിചരണത്തിന്റെ കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യണം. ഓക്കെ. ഒരു ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്ന പ്രൊസീജിയേഴ്സിന്റെയും പോളിസിയുടെയും ബേസിലാണ് അവിടെ നമ്മൾക്ക് പേഷ്യന്റിന് കെയർ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ പേഷ്യന്റിന്റെ കെയർ, രോഗിയുടെ പരിചരണം നമ്മൾ എന്ത് ചെയ്യണം? ഈ നഴ്സിംഗ് സൂപ്രണ്ട് എന്ന നിലയിൽ എന്ത് ചെയ്യണം? അവര് അത് അറേഞ്ച് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ. ഒന്നും കൂടി പറയട്ടെ, ഷോർട്ട് ആയിട്ട് ഒന്നും കൂടി പറയാം. നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറഞ്ഞാല് എന്താണ്? സെക്കൻഡ് കമാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനില്. ഒരു ഹോസ്പിറ്റലിലെ എല്ലാ യൂണിറ്റ് അല്ലെങ്കിൽ എല്ലാ വാർഡുകളുടെയും നഴ്സുമാരുടെ ഏകോപനം, അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ സൂപ്പർവിഷൻ കൊടുക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും ആര് തന്നെയാണ്? നഴ്സിംഗ് സൂപ്രണ്ടാണ്. കൂടാതെ അവരെ നഴ്സിംഗ് ഡയറക്ടർ എന്ത് ചെയ്യുന്നു? അസിസ്റ്റ് ചെയ്യുന്നു. അവരുടെ ആബ്സെൻസിൽ അവരുടെ റോള് നിർവഹിക്കുന്നു. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരെ നഴ്സിംഗ് ഡയറക്ടറെ സഹായിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് മാസ്റ്റർ റൊട്ടേഷൻ ചെയ്യുക. മാസ്റ്റർ റൊട്ടേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് സ്റ്റാഫിനെ വലിച്ചിടുന്നതാണ് എന്ത്? മാസ്റ്റർ റൊട്ടേഷൻ. അതുപോലെ തന്നെ ഡ്യൂട്ടി റോസ്റ്റർ ചെക്ക് ചെയ്യുകയും കൺഫേം ചെയ്യുകയും ചെയ്യുക. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാൽ ടൈം ഷെഡ്യൂൾ ആണ്. ഷിഫ്റ്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഈ ഒരു നഴ്സിംഗ് സൂപ്രണ്ടാണ്. ദെൻ
നൈറ്റ് സൂപ്പർവൈസറിൽ നിന്ന് റിപ്പോർട്ട് നേടുക, ദെൻ സ്റ്റാഫ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യിപ്പിക്കുക, ദെൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകൾക്ക് കിട്ടിയിട്ടുള്ള അവരുടെ കാര്യങ്ങൾ, അവരുടെ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ദെൻ നഴ്സിംഗ് ഇൻചാർജിന്റെ സഹായത്തോടു കൂടി വാർഡിലെ നീറ്റ്നെസ് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ലാസ്റ്റ് വൺ പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, ദെൻ പ്ലാൻ ചെയ്യുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ കേട്ടോ. അടുത്തത് നഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ, നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. അപ്പൊ നഴ്സിംഗ് ഡയറക്ടർ പറഞ്ഞു ഫസ്റ്റ് ഹയറാർക്കിയിലുള്ളത്, ദെൻ നമ്മൾ നഴ്സിംഗ് സൂപ്രണ്ട് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ, നഴ്സിംഗ് സൂപ്പർവൈസർ ഈസ് കൺസിഡേർഡ് ആസ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് and is part of the leadership team and is considered a nursing executive. There is a nursing supervisor available around the clock. Nursing supervisor should always be ready to attend to patient either in person or by way of consultation in an on-call capacity. Nursing superintendent oversees the nursing supervisor. നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഒരു നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം അല്ലെ, ഒരു നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ് ഒരു ഹോസ്പിറ്റലില്? അതിന് ആൻസർ ആയിട്ട് വരുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ അവര് അവൈലബിൾ അറൌണ്ട് ദ ക്ലോക്ക് 24/7 ആണ് ആര് പ്രവർത്തിക്കുന്നത്? ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ പറഞ്ഞു അല്ലെ, നഴ്സിംഗ് സൂപ്രണ്ട് നൈറ്റിൽ നിന്ന് ആരിൽ നിന്നുമാണ്, അതായത് നൈറ്റില് ജോലി ചെയ്യുന്ന ആരിൽ നിന്നുമാണ് റിപ്പോർട്ട് സ്വീകരിക്കുന്നത്? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ, നഴ്സിംഗ് സൂപ്രണ്ട് ആരിൽ നിന്നുമാണ് റിപ്പോർട്ട് സ്വീകരിക്കുന്നത്? ആരിൽ നിന്നാണ് റിപ്പോർട്ട് സ്വീകരിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. നമ്മൾ പറഞ്ഞു പോയായിരുന്നു ഇപ്പൊ നഴ്സിംഗ് സൂപ്രണ്ട് പറഞ്ഞപ്പോ. സൂപ്പർവൈസർ അല്ലെ, നൈറ്റ് സൂപ്പർവൈസറിൽ നിന്നാണ് ഇത് സ്വീകരിക്കുന്നത്, റിപ്പോർട്ട് റിസീവ് ചെയ്യുന്നത്. അതായത് അവര് 24/7 എവിടെ അവൈലബിൾ ആണ്? ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. അവർക്ക് നൈറ്റിലും ഡ്യൂട്ടി ഉണ്ട്, ഡേയിലും ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏത് സമയവും ഈ ഒരു സൂപ്പർവൈസറെ നമുക്ക് ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവരൊരു എക്സിക്യൂട്ടീവ് ആണ്. അതുപോലെ തന്നെ 24/7 അവൈലബിൾ ആണ് ആര്? നഴ്സിംഗ് സൂപ്പർവൈസർ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. നഴ്സിംഗ് സൂപ്പർവൈസർ 24/7 അവൈലബിൾ ആണ്. അതുപോലെ അവരെ വിശേഷിപ്പിക്കുന്നത് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് രോഗികൾ വരുമ്പോൾ അവരെ അറ്റൻഡ് ചെയ്യുന്നു. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു? നോക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ ഡോക്ടറെ ഉടൻ കോള് ചെയ്യുന്നു. അവർക്ക് രോഗിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ചെയ്തു കൊടുക്കുന്നു. ഇപ്പൊ രാത്രിയിലൊക്കെ ഒരു പേഷ്യന്റിനെ എമർജൻസി ആയിട്ട് കൊണ്ടുവന്നാല് അവർ ആദ്യം ഒന്ന് എന്താ പറയാ ചെക്ക് ചെയ്യുന്നത് ആരാണ്? അത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെ, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഡോക്ടറെ വിളിക്കുന്നതും ഡോക്ടർ എന്ത് ചെയ്യുന്നത്? ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നഴ്സിംഗ് സൂപ്രണ്ട് ആണ് നഴ്സിംഗ് സൂപ്പർവൈസറെ സൂപ്പർവിഷൻ ചെയ്യുന്നത്. നമുക്കറിയാം, ആ ഒരു ഹൈറാർക്കി നമുക്കറിയാം അല്ലെ. ആദ്യം നഴ്സിംഗ് ഡയറക്ടർ വന്നു, അതിനുശേഷം നഴ്സിംഗ് സൂപ്രണ്ട് വന്നു, അതിന്റെ അണ്ടറിലാണ് ആര് വരുന്നത്? നഴ്സിംഗ് സൂപ്പർവൈസർ വരുന്നത്. അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസറെ അവർക്ക് സൂപ്പർവിഷൻ കൊടുക്കുന്നത് ആരാണ്? അത് നഴ്സിംഗ് സൂപ്രണ്ട് ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ 3 പോയിന്റ് ആണ് പ്രധാനമായിട്ടും. നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്ന് വിശേഷിപ്പിക്കുന്നു. 24/7 ആണ് ഇവരുടെ അവൈലബിലിറ്റി. അതുപോലെ തന്നെ പേഷ്യന്റിന് എന്ത് ചെയ്യുന്നു? അറ്റൻഡ് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ നഴ്സിംഗ് സൂപ്പർവൈസറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ, അസൈൻ, ഷെഡ്യൂൾ കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസ്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നഴ്സുമാരെ സെലക്ട് ചെയ്യുക. അതായത് ഓരോരുത്തരും എന്ത് ചെയ്യുക? ഓരോ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് അവരെ സെലക്ട് ചെയ്യുക, അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കുക, അവയർനെസ് കൊടുക്കുക, അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, പരിശീലിപ്പിക്കുക,
അസൈൻ അവർക്ക് ജോലി അസൈൻ ചെയ്തു കൊടുക്കുക. ഷെഡ്യൂൾ കോച്ചിങ് അവരുടെ ഷിഫ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്യുക. ദെൻ കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ അതായത് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക. ദെൻ ആ ഹോസ്പിറ്റലിലെ ഡിസിപ്ലിനെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? അത് നഴ്സിംഗ് സൂപ്പർവൈസറാണ്. ഓക്കെ, സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ നല്ലൊരു മേൽനോട്ടക്കാരി എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓരോ സ്റ്റാഫുകൾ അവിടെ ജോലി എടുക്കുമ്പോഴും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതായത് എന്ത് റെസ്പോൺസിബിലിറ്റി ആണോ അവർക്ക് കൊടുത്തിരിക്കുന്നത് അത് അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് അതിന് വേണ്ടിയിട്ട് ഓറിയന്റേഷൻ കൊടുക്കുക, ട്രെയിൻ ചെയ്യിക്കുക, അസൈൻ ചെയ്യുക, അവരുടെ ഷിഫ്റ്റ് എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. ദെൻ കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ മെത്തേഡുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത്രയും കാര്യങ്ങള് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, മീറ്റ് ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫർമേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് ഇവരുടേതായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള എന്താ പറയാ ഐഡിയകള് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതായത് നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്ന ആ ഒരു പദവിക്ക് അതിൻ്റെതായിട്ടുള്ള പവർ ഉണ്ട്. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ എന്തെങ്കിലും ഒരു പുതിയ പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസറുടെ അവരുടേതായിട്ടുള്ള ഐഡിയയിൽ വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഇവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതാണ് പറയുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ട്, അവർക്ക് ഒപ്പീനിയൻ പറയാനുള്ള അവകാശമുണ്ട്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ എന്തെങ്കിലും പുതിയൊരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് എന്താണ് കൂടുതൽ അതായത് ആ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് സജസ്റ്റ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? നഴ്സിംഗ് സൂപ്പർവൈസർക്ക് ഉണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, maintain nursing principles and right norms, policies and procedures. അതായത് നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ നഴ്സിംഗ് അല്ലെങ്കിൽ നഴ്സുമാർ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്താണ് പൊതുവായിട്ടുള്ള ഒരു ബോധം ഉണ്ടാക്കുക, അത് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. കൂടാതെ നോംസുകള് അതായത് മാനദണ്ഡങ്ങള്, അതുപോലെ തന്നെ പോളിസീസ് നയങ്ങള്, പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങള്, ഇതൊക്കെ എന്താണ് എഴുതി വെക്കുക. ഓക്കെ, നഴ്സുമാർക്ക് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങള്, അവരുടേതായിട്ടുള്ള നയങ്ങള്, അതുപോലെ പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങള്, ഇവയൊക്കെ എന്താണ് രേഖാപൂർവം എഴുതി വെക്കുക എന്നുള്ളത് നഴ്സിംഗ് സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, 3 പോയിന്റ് മനസ്സിലായോ? 3 പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ? ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ്, എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. സാധാരണ നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ, നമ്മൾക്ക് ഇപ്പൊ പറയില്ലേ ഇടയ്ക്കിടയ്ക്ക് സ്കൂളുകളിലൊക്കെ ഇടയ്ക്ക് ആളുകൾ വരില്ലേ, ഡിഒ ഡിഎംഒ അങ്ങനെയൊക്കെ പറഞ്ഞ എന്താണ് ആളുകൾ വരില്ല, ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വരില്ലേ, അതുപോലെ വരുന്ന ഒരു വ്യക്തിയാണ് എന്ത് ഈ ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്കാണ് എന്ത് ചെയ്യുക, വാർഡ് വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ പേഷ്യന്റുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇവര് ഡയറക്റ്റ് ആയിട്ട് ഒരു കോണ്ടാക്ട് വെക്കുന്നില്ല. നമ്മൾക്കറിയാലോ സ്കൂളുകളിലൊക്കെ ഇൻസ്പെക്ഷന് വരുന്ന ആളുകളുമായിട്ട് കുട്ടികൾ ഡയറക്റ്റ് കോണ്ടാക്ട് വെക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. അവര് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ സൂപ്പർവൈസറും. ഇടയ്ക്ക് മാത്രമാണ് വരുന്നത്, പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷനിലല്ല അവരുള്ളത്. പക്ഷെ എന്ത് ചെയ്യണം, ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഇവിടെ പറയുന്നത് പേഷ്യന്റുമായിട്ട് ഇവര് പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻ കാത്തു സൂക്ഷിക്കുന്നതിലൂടെ പേഷ്യന്റിന്റെ ആവശ്യങ്ങള് എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് ഇവർക്ക് സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് വന്ന് വിസിറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇവിടെ കാര്യമില്ല. പകരം അവിടെ വാർഡിൽ കിടക്കുന്ന പേഷ്യന്റുമായിട്ട് എന്ത് ചെയ്യണം, ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ഇവര് സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ പേഷ്യന്റിന്റെ ആവശ്യങ്ങള് അവർക്ക് ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ,
പ്രൊവൈഡ് ഇൻഫോർമേഷൻ നീഡഡ് ടു പേഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ ടീം. അതുപോലെ തന്നെ എന്താ പറയാ, അതായത് പേഷ്യന്റ് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ, അവർക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണോ വേണ്ടത് അത് പ്രൊവൈഡ് ചെയ്യുക. കൂടാതെ അവിടെ പ്രവർത്തിക്കുന്ന ഹെൽത്ത് കെയർ ടീം, സ്റ്റാഫ് നഴ്സുകളുടെ ഒരു കൂട്ടുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ അറിയേണ്ടത് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യേണ്ടതും ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ്, മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ്. അതായത് ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന പേഷ്യന്റ് കെയർ സർവീസ്, രോഗി പരിചരണത്തിന്റെ ഡോക്യുമെന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞു ഓരോ പേഷ്യന്റിനും എന്തുണ്ടാവും, ഓരോ ഫയലുകൾ ഉണ്ടാവും അല്ലെ വാർഡില്. അപ്പോ ഓരോ പേഷ്യന്റിനും കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അവരുടെ മെഡിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അത് ഡോക്യുമെന്റേഷൻ ചെയ്ത് വെക്കേണ്ടത് ആരാണ്? അത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെ, then last point, confirm operation of medical and administrative equipment and verify emergency equipment availability. അതായത് ഒരു വാർഡില് ഉണ്ടാവേണ്ട ഉപകരണങ്ങള്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ ഉണ്ടാകേണ്ട ഉപകരണങ്ങള്, ഇതൊക്കെ ചെക്ക് ചെയ്യുകയും അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതും ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഒരു വാർഡില് പലതരം പലതരം ഉപകരണങ്ങൾ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ്, അവരിരിക്കുന്ന ആ ഒരു ഓഫീസിൽ പലതരം ഉപകരണങ്ങൾ ആവശ്യമായിട്ട് വരും. അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയും ടെലിഫോൺ പറയാം. നമുക്ക് ടെലിഫോൺ എന്താണ്, ആവശ്യമായിട്ടുള്ള ഒന്നാണല്ലോ. ടെലിഫോൺ എന്ത് ചെയ്യണം, അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? അത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എമർജൻസി എക്യുപ്മെന്റിന്റെ അവൈലബിലിറ്റി വാർഡിലുണ്ടോ എന്ന് നോക്കേണ്ടതും ആര് തന്നെയാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഒരു വാർഡില് പലതരം പേഷ്യൻസ് കിടക്കുമ്പോൾ അവർക്ക് പല പല എക്യുപ്മെന്റിന്റെ ആവശ്യം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നെബുലൈസറിന്റെ ആവശ്യം ഉണ്ടാകും അല്ലെ. ശ്വാസം മുട്ട് വരുന്ന രോഗികൾക്കാണ് നമ്മൾ നെബുലൈസർ ചെയ്യുന്നത്. നെബുലൈസർ എന്ന് പറയുന്ന ഒരു എമർജൻസി എക്യുപ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് എന്താണ്, അത് നെബുലൈസർ അവിടെ അവൈലബിൾ ആണോ, അതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. അപ്പോ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുക, ഓറിയന്റ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക ആൻഡ് ഷെഡ്യൂൾ ചെയ്യുക. ദെൻ അതായത് ഒരു നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായിട്ടുള്ള ഒരു നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനില് എന്താ പറയുക, എന്തെങ്കിലും പുതിയ പുതിയ പദ്ധതികൾ ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് തന്ത്രപരമായിട്ടുള്ള, അതായത് ഇവരുടേതായിട്ടുള്ള രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് എന്ത് ചെയ്യാം, അതിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അത് അവരുടെ ഒരു ഡ്യൂട്ടിയാണെന്നാണ് പറയുന്നത്. ദെൻ വാർഡിലെ നോംസ്, അതുപോലെ പോളിസീസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ നോട്ട് ചെയ്ത് എഴുതി വെക്കുക. ദെൻ പേഷ്യന്റുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻ സ്ഥാപിക്കുന്നതിലൂടെ പേഷ്യന്റ് ആവശ്യങ്ങൾ തിരിച്ചറിയാം. ദെൻ പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് കൊടുക്കുക, ഹെൽത്ത് കെയർ ടീമിന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാം. പിന്നെ പേഷ്യന്റ് കെയർ സർവീസിന്റെ ഡോക്യുമെന്റേഷൻ ചെയ്യുക. ദെൻ ആവശ്യമുള്ള ഉപകരണങ്ങൾ ചെക്ക് ചെയ്യുക, കൺഫേം ചെയ്യുക. ഇതാണ് നഴ്സിംഗ് സൂപ്പർവൈസറുടെ ഡ്യൂട്ടി കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നഴ്സിംഗ് ഇൻചാർജ് ആണ് കേട്ടോ. It is the duty of nursing in charge to schedule and direct the nursing care in a specific ward or unit during each assigned shift. If there is any problem with the patient, it is the nursing in charge who contact the patient first. If the patient not satisfied with her thus response, ask to nursing supervisor. നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത് ആരാണ്? അതായത് നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്ന വ്യക്തി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വാർഡിലെയോ അല്ലെങ്കിൽ യൂണിറ്റിലെയോ സ്റ്റാഫുകളുടെ എല്ലാത്തരം പ്രവർത്തനങ്ങള് ഷെഡ്യൂൾ ചെയ്യുന്നതും അവരെ ഡയറക്റ്റ് ചെയ്യുന്നതും നഴ്സിംഗ് ഇൻചാർജ് ആണ്.
അതായത് HOD എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം അല്ലെ. അതായത് ഒരു എന്താ പറയുക, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സുകളുടെ ഇൻചാർജ് ആയിട്ട് വരുന്നതാണ് ആര്? നഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, ഒരു സ്ഥാപനത്തിലെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ സ്റ്റാഫുകളുടെ ടൈം, അവരുടെ എന്താ പറയാ ഷെഡ്യൂളുകൾ, അവരുടെ ഷിഫ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതും അവരെ ഡയറക്റ്റ് ചെയ്യുന്നതും ആരാണ്? ഈ ഒരു നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അവർ ഓരോരോ എന്താ പറയാ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാർഡിലോ യൂണിറ്റിലോ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഒരു രോഗിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു രോഗിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കാം, അവര് ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് നഴ്സിംഗ് ഇൻചാർജിനെയാണ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു രോഗിക്ക് ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് രോഗി ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് ആരെയാണ്? അത് നഴ്സിംഗ് ഇൻചാർജിനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ സ്റ്റാഫ് നഴ്സിന്റെ അടുത്ത് ചെന്ന് പറയും പ്രശ്നമാണെന്ന്, പക്ഷെ അവര് നേരെ എന്ത് ചെയ്യും? നഴ്സിംഗ് ഇൻചാർജിനെയാണ് അത് അറിയിക്കുക. അപ്പൊ ഒഫീഷ്യൽ ആയിട്ട് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആരെയാണ്, അതായത് ഒരു രോഗിക്ക് ഒരു പ്രശ്നം വന്നാൽ ആരെയാണ് ആദ്യം സമീപിക്കുന്നത്? അത് നഴ്സിംഗ് ഇൻചാർജിനെയാണ് സമീപിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നഴ്സിംഗ് ഇൻചാർജിന്റെ സൊല്യൂഷനില് രോഗി തൃപ്തനല്ലെങ്കിൽ, രോഗി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം? രോഗിക്ക് നഴ്സിംഗ് സൂപ്പർവൈസറോട് സംസാരിക്കാം. ഓക്കെ, തൊട്ട് മുകളിലുള്ള പോസ്റ്റ് ആണ് എന്ത്? നഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? നഴ്സിംഗ് ഇൻചാർജിന് രോഗിക്ക് മതിയായ രീതിയിലുള്ള സൊല്യൂഷൻ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ രോഗിക്ക് എന്ത് ചെയ്യാം? സൂപ്പർവൈസറോട് തന്റെ പ്രോബ്ലംസ് പറയാം. ഓക്കെ, ചാപ്റ്റർ നെയിം നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഒരു വാർഡിലെ അല്ലെങ്കിൽ ഒരു യൂണിറ്റിലെ എന്താ പറയാ അവിടെയുള്ള നഴ്സുമാരുടെ എന്താ പറയാ ഡ്യൂട്ടീസ് ഷെഡ്യൂൾ ചെയ്യുന്നതും അവരെ ഡയറക്റ്റ് ചെയ്യുന്നതും നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് അയാൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് നഴ്സിംഗ് ഇൻചാർജിനെയാണ്. ഇനി നഴ്സിംഗ് ഇൻചാർജിന് സൊല്യൂഷൻ പറയാൻ സാധിച്ചില്ലെങ്കിൽ അത് പരിഹരിക്കുന്നത് ആരാണ്? അത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ, നമ്മളിത് പഠിക്കുമ്പോഴേ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള റോളാണ് ഉള്ളത്. അത് എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ജോലിയല്ല നഴ്സിംഗ് സൂപ്പർവൈസർ ഒക്കെ ഉള്ളത്, നഴ്സിംഗ് സൂപ്പർവൈസറുടെ ജോലിയല്ല നഴ്സിംഗ് ഇൻചാർജിനുള്ളത്. എന്തെങ്കിലും ഒരു എന്താ പറയാ പ്രത്യേകത ഉണ്ടാവും, അത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ പഠിക്കേണ്ടത്, ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഡിഫറെന്റ് ആണ്, അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എന്തൊക്കെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ആണ് ഉള്ളത്? ഫസ്റ്റ് പോയിന്റ് ഇപ്പൊ ഞാൻ പറയുന്നത് നഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. അതായത് ആശുപത്രിയിലെ എല്ലാത്തരം നഴ്സിംഗ് സ്റ്റാഫുകളെയും സൂപ്പർവൈസ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് മേൽനോട്ടം കൊടുക്കുക. ഇത് ആരുടെ ഡ്യൂട്ടിയാ? നഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട്. Second point, responsible for maintaining high level patient care. അതായത് ഉയർന്ന രീതിയിലുള്ള ഹൈ ലെവൽ ആയിട്ടുള്ള പേഷ്യന്റ് സർവീസ് ആളുകൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രോഗിക്ക് ഉയർന്ന നിലവാരത്തിലുള്ള പേഷ്യന്റ് കെയർ കൊടുക്കുന്നതില് ആര് റെസ്പോൺസിബിൾ ആണ്? നഴ്സിംഗ് ഇൻചാർജ് റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, തേർഡ് പോയിന്റ്, to prepare monthly duty roster and report the supervisor. അതായത് സ്റ്റാഫുകളുടെ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറഞ്ഞു ഡ്യൂട്ടി റോസ്റ്റർ എന്താണ്? ടൈം ഷെഡ്യൂൾ ആണ് അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റൽസ് എങ്ങനെയാണ് സാധാരണ ഡ്യൂട്ടി റോസ്റ്റർ ചെയ്യുന്നത്? ഒരു മാസത്തേക്കൊക്കെയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു മാസത്തേക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യും? ഓരോരോ ഷിഫ്റ്റുകൾ അവര് പ്രൊവൈഡ് ചെയ്യും അല്ലെ. അങ്ങനെയാണ് നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യുന്നത്? അനുവദിച്ചു തരുന്നത്. അപ്പൊ ഒരു മാസത്തേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്?
ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത് സ്റ്റാഫുകളുടെ. അങ്ങനെ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് അത് സൂപ്പർവൈസർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാം, അതായത് മന്ത്ലി ആയിട്ടുള്ള ഡ്യൂട്ടി റോസ്റ്റർ എന്ത് ചെയ്യണം, നമ്മൾ റെഡിയാക്കണം. അതിന് പുറമെ എന്ത് ചെയ്യണം, അത് സൂപ്പർവൈസർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതും ആര് തന്നെയാണ്? ഈ ഒരു നഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, ദെൻ ടു മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻ, ഒരു വാർഡിലെ എല്ലാത്തരം പ്രവർത്തനങ്ങളും നിലനിർത്തുക. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഒരു വാർഡിലെ ഫങ്ഷൻസ് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ദെൻ ലാസ്റ്റ് പോയിന്റ്, ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻസ് ആൻഡ് നർക്കോട്ടിക്സ് റിപ്പോർട്ട്സ്. അതായത് മെഡിക്കേഷൻസ്, മരുന്നുകളുടെ എന്താ പറയാ റിപ്പോർട്ടുകൾ. നർക്കോട്ടിക്സ് എന്ന് പറയുന്നതും മെഡിക്കേഷൻ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് സിവിയർ പെയിൻ കുറയ്ക്കാനുള്ള മരുന്നുകളാണ് എന്ത്, നർക്കോട്ടിക്സ് കേട്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ മെഡിക്കേഷൻസും അതുപോലെ നർക്കോട്ടിക്സ്, ആ റിപ്പോർട്ട്സ് ഒക്കെ എന്താണ്, മരുന്നുകളുടെ റിപ്പോർട്ടുകളും മറ്റും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. ഇത്തരം കാര്യങ്ങളാണ് നഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടീസിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, സൂപ്പർവൈസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക സ്റ്റാഫുകളെ. അതുപോലെ തന്നെ ഉയർന്ന നിലവാരത്തിലുള്ള പേഷ്യന്റ് കെയർ നിലനിർത്താനായിട്ട് റെസ്പോൺസിബിൾ ആണ്. ദെൻ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ റെഡിയാക്കുക. ദെൻ എന്താ പറയാ, വാർഡ് ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ മെഡിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ റിപ്പോർട്ട് റെഡിയാക്കുക. ക്ലിയർ ആണോ? ദെൻ അടുത്തത് സ്റ്റാഫ് നഴ്സ് ആണ് കേട്ടോ. സ്റ്റാഫ് നഴ്സ് ആണ്, നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് സ്റ്റാഫ് നഴ്സിന്റെ, അല്ലെ? നമ്മൾ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണുന്നത് ആരെയാ? സ്റ്റാഫ് നഴ്സുകളാണ്. നമ്മളിപ്പോ ഒരു വാർഡിൽ അഡ്മിറ്റ് ആയാല് നമ്മൾ കാണുന്നത് ആരെ തന്നെയാ? സ്റ്റാഫ് നഴ്സുകളെയാണ് നമ്മൾ കാണുന്നത്. അവരുടെ റോൾ എന്താണെന്ന് നോക്കാം. It is the staff nurse who handles the largest segment of healthcare work. Staff nurse must have a bachelor degree or a diploma from recognized nursing program. They spend a lot of time there providing direct patient care. Staff nurse continuously observe, monitor and assesses the progress of each patient. If there is a sudden change in any patient's condition, nurse takes appropriate actions such as medications or calling the doctor. Okay. സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താ പറയാ, വലിയൊരു റോൾ അവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്ന വ്യക്തിയാണ് ആര്? സ്റ്റാഫ് നഴ്സ് എന്ന് പറഞ്ഞാല്. ഓക്കെ, സ്റ്റാഫ് നഴ്സിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലർ, അതായത് ഏതെങ്കിലും ഒരു എന്താ പറയാ റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് ഇതിൽ നിന്ന് ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് സ്റ്റാഫ് നഴ്സുകളുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു നഴ്സിംഗ് പ്രോഗ്രാമിൽ നിന്ന് ബാച്ചിലർ ഡിഗ്രി ഓർ ഡിപ്ലോമ. ഓക്കെ, അതുപോലെ തന്നെ പേഷ്യന്റുമായിട്ട് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആരാണ്? അത് സ്റ്റാഫ് നഴ്സാണ്. ഏറ്റവും കൂടുതൽ സമയം പേഷ്യന്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് വെക്കുന്നത് ആരാണ്? അത് സ്റ്റാഫ് നഴ്സാണ്. അതുപോലെ തന്നെ പേഷ്യന്റിനെ അവരെന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു കൊടുക്കുന്നു? അവരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ പ്രോഗ്രസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു. ഇനി പേഷ്യന്റിന്റെ അവസ്ഥയില്, അതായത് ആ ഒരു കണ്ടീഷനിൽ എന്തെങ്കിലും പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത് ആര് തന്നെയാ? സ്റ്റാഫ് നഴ്സുമാരാണെന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. ഓക്കെ, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്ന വ്യക്തിയാണ് സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്നത്. ഒരു നഴ്സിംഗ് പ്രോഗ്രാമിൽ നിന്ന് ഡിപ്ലോമയോ അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രിയോ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് സ്റ്റാഫ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും സ്റ്റാഫ് നഴ്സ് ആണ്. അവരെ കൂടുതലായിട്ട് മോണിറ്റർ ചെയ്യുന്നു, അവരെ ഒബ്സർവ് ചെയ്യുന്നു, പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു കൊടുക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു.
പോകുന്നു. പിന്നെ എന്തെങ്കിലും പേഷ്യന്റിന് കാര്യമായിട്ട് എന്തെങ്കിലും ഒരു പെട്ടെന്ന് എന്താ പറയാ ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഡോക്ടറെ വിളിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള നെബുലൈസ് ചെയ്യിപ്പിക്കുകയോ അങ്ങനെയുള്ള സഡൻ കാര്യങ്ങൾ ആക്ഷൻസ് എടുക്കുന്നത് സ്റ്റാഫ് നഴ്സാണ്. ക്ലിയർ ആണോ സ്റ്റാഫ് നഴ്സ്? നിങ്ങൾക്ക് പരിചിതമാണ് കൂടുതൽ, അതുകൊണ്ടാണ് കേട്ടോ ആ കാര്യങ്ങൾ തന്നെയല്ലേ കൂടുതൽ ഇതിനകത്ത് പറയുന്നേ. ക്ലിയർ ആണോ സ്റ്റാഫ് നഴ്സ്? ഓക്കെ. നമുക്ക് സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് വരുന്നത് എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് ദ പേഷ്യന്റ്. അതായത് പേഷ്യന്റുമായിട്ട് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിലേഷൻ സ്ഥാപിക്കുക. അതാരുടെ ഡ്യൂട്ടിയാണ്? സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. കാരണം എന്താ, ഏറ്റവും കൂടുതൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് സ്റ്റാഫ് നഴ്സ് ആണല്ലോ. അതുകൊണ്ട് അവരുമായിട്ട് എന്ത് ചെയ്യണം, എപ്പോഴും ഒരു റിലേഷൻ നമ്മള് കാത്ത് സൂക്ഷിക്കണം. ഓക്കെ. രണ്ടാമത്തേത് establish a systematic environment by providing emotional, psychological, spiritual support to patients, friends and families. അതായത് പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ എല്ലാ വിധത്തിലുമുള്ള ഫിസിക്കൽ ആൻഡ് മെന്റൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് ആരാണ്? സ്റ്റാഫ് നഴ്സ് ആണ്. ഓക്കെ. ദെൻ solve patient problems, maintain safe and clean working environment. അതായത് പേഷ്യന്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് നല്ലൊരു എന്താ പറയാ പേഷ്യന്റിന് എന്താ പറയാ താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സേഫ് ആയിട്ടും ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ. മരുന്നുകൾ എങ്ങനെ കഴിക്കണം, മരുന്നുകൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കുക. ദെൻ ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസസ് ബൈ ചാർട്ടിങ്. പേഷ്യന്റിന്റെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും ചാർട്ട് ചെയ്യുക. ചാർട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർമാരെ റൗണ്ട്സിന് വരുമല്ലോ, റൗണ്ട്സിന് വന്നു കഴിയുമ്പോൾ എന്താ പറയാ ഓരോ ദിവസവും റൗണ്ട്സിന് വന്നു കഴിയുമ്പോൾ ചില ഇംപ്രൂവ്മെന്റും കാര്യങ്ങളും പേഷ്യന്റിന് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് മെഡിക്കേഷൻസ് എഴുതുന്നത്. ചിലപ്പോൾ മെഡിസിൻസ് അവർക്ക് കഴിക്കേണ്ടി വരില്ല, ചിലപ്പോൾ ചില മെഡിസിൻസിൽ മാറ്റം വരുത്തും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഡോക്ടർമാർ നോട്ട് ചെയ്യും അവരുടെ ഫയലിൽ. ഇതെന്ത് ചെയ്യും, ഇത് നഴ്സുമാരെടുത്തിട്ടാണ്, സ്റ്റാഫ് നഴ്സുമാരെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചാർട്ട് ചെയ്യുന്നത്. ഓരോ പേഷ്യന്റിനും ഓരോരോ മെഡിക്കേഷൻസും ട്രീറ്റ്മെന്റ് ഒക്കെ എന്താണ് ചാർട്ട് ചെയ്യുന്നത് നഴ്സുമാരാണ്. ഇവിടെ അതാണ് പറയുന്നത് കേട്ടോ, ചാർട്ടിങ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സ്റ്റാഫ് നഴ്സ് ആണ്. ദെൻ മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ് ഇൻഫോർമേഷൻ കോൺഫിഡൻഷ്യൽ. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ആത്മവിശ്വാസം എന്താ പറയാ നിലനിർത്തുക. ചിലപ്പോ ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള ഒരു രോഗിക്ക് മെന്റലി വീക്ക് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്താണ് പേഷ്യന്റിന് കോൺഫിഡൻസ് കൊടുക്കുക, ആ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ വിവരങ്ങൾ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വളരെ രഹസ്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിക്കുകയും വേണം. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? സ്റ്റാഫ് നഴ്സിനാണ്. പേഷ്യന്റിന്റെ വിവരങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ടത് അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? സ്റ്റാഫ് നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ. ദെൻ മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി ചെക്കിംഗ്. ഇൻവെന്ററി ചെക്കിംഗ് എന്ന് പറഞ്ഞാല് രോഗിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങള്, രോഗിക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസ് അവയൊക്കെ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. ദെൻ ലാസ്റ്റ് പോയിന്റ്, മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്സ്. അതായത് ധാരാളം എഡ്യൂക്കേഷണൽ സെമിനാറുകള് അല്ലെങ്കിൽ ട്രെയിനിങ്ങുകള് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെ ഇവരുടെ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. ധാരാളം അറിവുകൾ സ്വായത്തമാക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. ദെൻ നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. Nursing assistant or assistant nursing is individual who works under a staff nurse in supportive role under. Assistants have duties like helping patients with their basic needs.
they must be completed short-term diploma course of nursing. നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് സ്റ്റാഫ് നഴ്സിന്റെ അണ്ടറിൽ വരുന്നവരാണ്. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് അത് എടുത്ത് പറയുന്നുണ്ട്. നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാല് അവര് സ്റ്റാഫ് നഴ്സിനെ സഹായിക്കാൻ നിൽക്കുന്ന, അവർക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന സ്റ്റാഫുകളെയാണ് എന്ത് പറയുന്നത്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ അസിസ്റ്റന്റിന് ചില ഡ്യൂട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് ഉള്ളത്? അതായത് പേഷ്യൻസിന്റെ ബേസിക് നീഡ്സ് നിറവേറ്റുക എന്നുള്ളതാണ് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണം നിങ്ങൾ വരാൻ, അല്ലെ? ആരാണ് അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് എന്താണ് പേഷ്യന്റിന്റെ ബേസിക് നീഡ്സ് എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബേസിക് നീഡ്സ് അവർക്ക് എന്താ പറയാ നിറവേറ്റാൻ അവരെ സഹായിക്കുന്നതെന്ന് ചോദിക്കാം. അതിന് ഉത്തരം എന്താ പറയാ? അത് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് വരിക. ഓക്കെ, അതുപോലെ തന്നെ ഇവരുടെ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നത് ഷോർട്ട് ടേം ഡിപ്ലോമ കോഴ്സ് ഓഫ് നഴ്സിംഗ് ആണ്. അതായത് ഒരു ഡിപ്ലോമ കോഴ്സ് ആണ്, വളരെ ചെറിയ കാലയളവിലുള്ള ഒരു ചെറിയ പീരീഡിലുള്ള ഡിപ്ലോമ കോഴ്സ് ആണ് നഴ്സിംഗ് അസിസ്റ്റന്റ് ആവാൻ വേണ്ട ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന് പറയുകയാണെങ്കിൽ അത് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ദെൻ ഇവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഹെൽപ്പ് പേഷ്യൻസ് യൂസ് ദ ബാത്റൂം. അതായത് രോഗികൾ എന്ത് ചെയ്യുക, ബാത്റൂം ഒക്കെ യൂസ് ചെയ്യുന്നതിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. ചില പേഷ്യൻസിന് ഞാൻ പറഞ്ഞു, ഈ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ബേസിക് നീഡ്സ്, രോഗികളുടെ ബേസിക് നീഡ്സ് നിറവേറ്റാനായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പോ എണീക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടാകും, നടക്കാൻ വയ്യാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യണം, ബാത്റൂം കൈകാര്യം ചെയ്യാനായിട്ട് ഒരു എന്താ പറയാ അങ്ങനെയുള്ളവരുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളിൽ അവരെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തത് ക്ലീൻ ആൻഡ് ബാത്ത് പേഷ്യൻസ്. പേഷ്യൻസിന്റെ ശരീരം വൃത്തിയാക്കി തുടക്കുകയും അതുപോലെ തന്നെ അവരെ കുളിപ്പിക്കാനായിട്ട് സഹായിക്കുകയും വേണം. ഓക്കെ, അങ്ങനെയുള്ള ജോലികൾ ആർക്കാണുള്ളത്? നഴ്സിംഗ് അസിസ്റ്റന്റിനാണ് ഉള്ളത്. ഓക്കെ, ദെൻ മെയിൻറ്റെയിൻ പേഷ്യൻസ് ഹൈജീൻ ആൻഡ് ചേഞ്ച് ബെഡിങ്. പേഷ്യന്റിന് എന്ത് ചെയ്യണം, അവരെ നല്ല ഹൈജീൻ ആയിട്ട് വൃത്തിയാക്കി അവരുടെ ആ ഒരു ബോഡി എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. ഓക്കെ, ചില രോഗികൾ നമ്മൾക്ക് കാണാറില്ല, ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ധാരാളം രോഗികള്, അതായത് ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാതെ, അതായത് കൂടെ നിൽക്കാനൊക്കെ ആരും ഇല്ലാത്ത രോഗികളൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ എന്താണ് കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഒരാള് കൂടെ നിന്ന് സഹായിക്കാനായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് കൂടുതൽ ഉണ്ടാവുന്നത്. ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ സഹായിക്കുന്നുണ്ട്. അതായത് അവരുടെ എന്താ പറയാ വൃത്തിയാക്കി അവരുടെ ശരീരം സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ബെഡ് കവറുകള്, പില്ലോ കവറുകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നതൊക്കെ ആരാണ്? നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ഓക്കെ, ദെൻ turn, reposition and move patients between wheelchairs, seats and beds, serve meals and help patients take their food. അതുപോലെ തന്നെ ആളുകൾ എന്ത് ചെയ്യുക, വീൽ ചെയറിൽ നിന്ന് ബെഡിലേക്ക് കിടത്താനായിട്ട് നോക്കുക, ബെഡിൽ നിന്ന് വീൽ ചെയറിലേക്ക് പേഷ്യൻസിനെ പാസ് ചെയ്യുക, അവരെ ഇരുത്താനായിട്ട്, അതായത് എണീപ്പിച്ചൊക്കെ ഇരുത്താനായിട്ട് ശ്രമിക്കുക, അവരെ കിടത്തുക, അവരുടെ തലയ്ക്ക് ഒന്ന് പില്ലോയില്, അതായത് തലയണയില് ചേർത്ത് നിർത്താനൊക്കെ ആയിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുക, അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട്, അവർക്ക് മീൽസ് എന്ത് ചെയ്യുക, സെർവ് ചെയ്യുക, അവരെ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരുടെ ഡ്യൂട്ടിയിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ, മെഷർ വൈറ്റൽ സൈൻസ് സച്ച് ആസ് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് റിപ്പോർട്ട് ടു RN. ഓക്കെ, അതായത് പേഷ്യന്റിന്റെ വൈറ്റൽ സൈൻസ് ആയിട്ടുള്ള BP ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ടെമ്പറേച്ചർ നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് RN റിപ്പോർട്ട് ചെയ്യുക. RN എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് നഴ്സ് ആണ്. അതിനെന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആരുടെ വരുന്നത്? നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഈ ഒരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ക്ലിയർ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ?
ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീരുവാണ്. മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് മോളെ, നിങ്ങൾക്ക് ആക്സിഡന്റ് ആൻഡ് എമർജൻസി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് സംസാരിച്ചേ. മാം, നഴ്സിംഗ് സൂപ്പർവൈസറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് രണ്ടാമത്തെ ഒന്നുകൂടി പറയാവോ? നഴ്സിംഗ് സൂപ്പർവൈസറുടെ രണ്ടാമത്തേത് അല്ലേ? ഓക്കെ. ആ, ഇത് ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാലേ, അതായത് നഴ്സിംഗ് സൂപ്പർവൈസർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഐഡിയയില് എന്ത് ചെയ്യാം, അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പുതിയ പുതിയ പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇവരുടേതായിട്ടുള്ള സംഭാവനകൾ ഇവർക്ക് കൊടുക്കാം. അതിനുള്ള റെസ്പോൺസിബിലിറ്റീസ് ഇവർക്കുണ്ട്. അതാണ് പറയുന്നത് കേട്ടാ. കോൺട്രിബ്യൂഷൻസ് കൊടുക്കാം. ചിലപ്പോ നല്ല നല്ല ഐഡിയകളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ എന്താ പറയാ പുതിയ പുതിയ ടെക്നിക്കുകളായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, ഇത് നഴ്സിംഗ് ഇൻചാർജ് ഒന്നും കൂടി ഒന്ന് പറയൂ. നഴ്സിംഗ് ഇൻചാർജോ? ഡ്യൂട്ടീസ് ആണോ അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ടാണോ പറയണ്ടേ റംസിയ? എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാ മതി. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറഞ്ഞാ മതി. നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറഞ്ഞാല് അതായത് ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്നാവാം. അവിടെയുള്ള സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങൾ മീൻസ് അവരുടെ ഡ്യൂട്ടീസ്, ഷിഫ്റ്റ്, അതായത് ഷിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതും അവരെ ഡയറക്റ്റ് ചെയ്യുന്നതും നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പീഡിയാട്രിക് അല്ലെങ്കിൽ എന്താ പറയാ ഒരു പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിചാരിക്കുക, അതായത് കുട്ടികളെ കിടത്തുന്ന ഒരു വാർഡ്, പീഡിയാട്രിക് വാർഡ്. ആ വാർഡിലെ നഴ്സുമാരുടെ എന്താ പറയാ ഫങ്ഷൻസ്, അവിടെ എത്ര പേര് ഡ്യൂട്ടിക്ക് വരണം, എത്ര പേരാണ് അവരുടെ ഷിഫ്റ്റ് എങ്ങനെയൊക്കെയാണ്, അവർ ഏത് സമയത്തൊക്കെയാണ്, നൈറ്റോ ഡേയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് റെഡിയാക്കുന്നത് ആരാണ്? നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഒരു രോഗിക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ആദ്യം ഡയറക്റ്റ് ആയിട്ട് ചെന്ന് പറയുന്നത് നഴ്സിംഗ് ഇൻചാർജിനോടായിരിക്കും. ഓക്കെ, അവരിൽ നിന്നാണ് നമുക്ക് ഒഫീഷ്യൽ ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടുക. ഓക്കെ, നമ്മൾ വിചാരിക്കും ചിലപ്പോൾ സ്റ്റാഫ് നഴ്സിനോടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് വെക്കുന്നത്. പക്ഷെ സ്റ്റാഫ് നഴ്സിന് ഒരിക്കലും നമുക്ക് എന്താ പറയാ ഒഫീഷ്യൽ ആയിട്ടൊരു സൊല്യൂഷൻ തരാനായിട്ട് സാധിക്കില്ല. അതിന് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു രോഗിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മൾ ആദ്യം ആരച്ചെന്ന് കണ്ട് പറയണ്ടേ? നഴ്സിംഗ് ഇൻചാർജിനോടാണ് നമ്മൾ പറയേണ്ടത്. ഇനി നഴ്സിംഗ് ഇൻചാർജിന് അത് പരിഹരിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നമ്മൾ ആരോട് റിപ്പോർട്ട് ചെയ്യണം? നഴ്സിംഗ് സൂപ്പർവൈസറോട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും വരുന്നത് എന്താ പറയാ, എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും സപ്പോർട്ട് ചെയ്യുക, സൂപ്പർവിഷൻ കൊടുക്കുക. പിന്നെ ഉയർന്ന നിലവാരത്തിലുള്ള ഹൈ ക്വാളിറ്റിയുള്ള പേഷ്യന്റ് കെയർ സർവീസ് കൊടുക്കാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഇവർക്കുണ്ട്. അതുപോലെ തന്നെ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കുക. അതായത് ഓരോ സ്റ്റാഫുകൾക്കും ഓരോരോ മാസങ്ങളിലായിട്ട്, അതായത് ഇന്ന സ്റ്റാഫുകൾക്ക് ഇന്ന ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് റെഡിയാക്കുന്നത് ആരാണ്? ഈ ഒരു നഴ്സിംഗ് ഇൻചാർജ് ആണ്. പിന്നെ വാർഡിലെ ഓപ്പറേഷൻസ്, ഡേ ടു ഡേ ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ദെൻ മെഡിക്കേഷൻസും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡുകളൊക്കെ എന്ത് ചെയ്യുക? അതിന്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. മനസ്സിലായോ റംസിയ? മനസ്സിലായി. ഓക്കെ. മിസ്സേ, ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആതിര മിസ് എടുത്തതിന്റെ ബാക്കിയല്ലേ എടുക്കുന്നത്? അല്ല, ഞാൻ അതിന്റെ തുടങ്ങി എടുക്കും കേട്ടോ. അത് എടുക്കും, കാരണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പകുതി വെച്ചൊന്നും അതാവില്ല. എനിക്ക് തോന്നുന്നു ആതിര ഒരു 2-3 ഇത് തീർത്തു തോന്നുന്നു അല്ലേ? ഇനി ഒരു 2 പേജും കൂടെ ഉള്ളൂ. അപ്പൊ അതൊരു കണ്ടിന്യൂഷൻ കിട്ടില്ല. എനിക്കും മനസ്സിലാവില്ല പറഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്താ സ്റ്റാർട്ടിങ് മുതലേ എടുക്കണം. മാം ഒത്തിരി സ്പീഡ് ആയിരുന്നു ആതിര മാം.
ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. നമുക്ക് കൂടുതൽ കാര്യങ്ങള് അതിന്റെ ഉള്ളിൽ നമുക്ക് നോക്കാനുണ്ട്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഈ വ്യാഴാഴ്ച എടുക്കും. ഓക്കെ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനും എന്താ കേട്ടില്ല മോളെ? നോട്ട് തരുമോ പഠിക്കാൻ? നോട്ട് ഇത് തന്നെ മതി നമുക്ക് കേട്ടോ. ഈ PDF ഉള്ളത് എക്സ്ട്രാ എന്തെങ്കിലും ഇപ്പൊ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ട്രേജ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിനെ കുറിച്ച് കുറച്ച് നോട്ട് തരാനുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ നോട്ട് തന്നെ പഠിച്ചു പോയാൽ മതി കേട്ടോ. കൂടുതൽ എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് നോട്ട് തരും കേട്ടോ. ഓക്കെ. ഇതിന് നമുക്കിപ്പോ സെപ്പറേറ്റ് നോട്ട് വേണ്ട. കാരണം ഓരോരോ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രം പഠിച്ചു പോയാൽ മതി. അതിൽ കൂടുതലൊന്നും ചോദിക്കില്ല കേട്ടോ. ക്ലിയർ ആണോ? ഞാൻ PDF എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് നോട്ട് എഴുതി അങ്ങനെ എന്താ പറഞ്ഞത്? PDF എടുത്തിട്ടില്ല മേഡം ഒന്നിന്റെ. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് തന്നെ നോട്ട് എഴുതി ബുക്കിനകത്ത് അങ്ങനെ. ഇതിപ്പോ ഇത് ചെയ്താൽ മതി. ഈ ഒരു PDF നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അത് പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. അത് അങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നഴ്സിംഗ് ഇൻചാർജിന്റെ പ്രത്യേകതകൾ വേറെയാണ്, നഴ്സിംഗ് സൂപ്രണ്ടിന്റെ പ്രത്യേകതകൾ വേറെയാണ്. അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പ്രധാനപ്പെട്ട പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അലീന ജോ, എന്താ ഡൗട്ട് മോളെ? ഡൗട്ട് ഉണ്ടോ? ഇത് നന്നായിട്ട് വായിക്കാം കേട്ടോ. ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒന്നും മാറിപ്പോകരുത്. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ തന്നേക്കാം കേട്ടോ. മോക്ക് ടെസ്റ്റ് കൂടാതെയുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നേക്കാം കേട്ടോ. ഓക്കെ. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ടേമുകൾ ഓർത്ത് വെക്കാം. അതായത് എന്താണ് മാസ്റ്റർ റൊട്ടേഷൻ, എന്താണ് ഡ്യൂട്ടി റോസ്റ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കണം. മറന്നു പോകരുത് ഒരിക്കലും. ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് തുടങ്ങുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറയും മാസ്റ്റർ റൊട്ടേഷൻ അവിടെ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാ പൊളിച്ചു നോക്കി നിൽക്കരുത് കേട്ടോ. അതായത് മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഫുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വലിച്ചിടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ടേമുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറിഞ്ഞ് വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. പിന്നെ നഴ്സിംഗ് ഡയറക്ടർ, ഈ ഒരു ഹൈറാർക്കി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നഴ്സിംഗ് ഡയറക്ടർ തുടങ്ങി നഴ്സിംഗ് അസിസ്റ്റന്റ് വരെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയുന്നത് സെക്കൻഡ് കമാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ദെൻ നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ 24/7 വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ത്? നഴ്സിംഗ് സൂപ്പർവൈസർ. ദെൻ നഴ്സിംഗ് ഇൻചാർജ് എന്താ പറയാ, അദ്ദേഹമാണ്. അതായത് നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഒരു രോഗിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നു കഴിഞ്ഞാല് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നത് നഴ്സിംഗ് ഇൻചാർജിനെയാണ്. ദെൻ സ്റ്റാഫ് നഴ്സ് എന്ന് പറഞ്ഞാല് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന വ്യക്തിയാണ് ആര്? സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സമയം രോഗി ആരുമായിട്ടാണ് ചെലവഴിക്കുന്നത്? അത് സ്റ്റാഫ് നഴ്സുമായിട്ടാണ്. ഓക്കെ. ദെൻ നഴ്സിംഗ് അസിസ്റ്റന്റ്, അവരെന്തൊക്കെ കാര്യങ്ങളിലാണ് അത് ഇമ്പോർട്ടന്റ്, അതായത് സിമ്പിൾ ആണ്. നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ് സിമ്പിൾ ആണ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം ഇതിൽ പെടാത്തത് ഏത്, ഇതിൽ പെടുന്നത് ഏത്, അങ്ങനെ എന്ത് ചെയ്യാം, ചോദ്യം പറയാം. ഓക്കെ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. എല്ലാവരും ഹാപ്പിയാണോ? മിസ്, ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റില് 3-ാമത്തെ ഒന്ന് പറയാമോ? ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ അതായത് നമ്മുടെ ജോബ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയാ, ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു കൊടുത്തേ.
കുറച്ചു പേര് അതിനകത്ത് ക്ലാസ്സിലൊക്കെ ഉണ്ട്. ഒരാൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് എനിക്കൊന്ന് അറിയണമല്ലോ നിങ്ങൾ എത്രത്തോളം ഇത് പഠിച്ചിട്ടുണ്ടെന്ന്. എന്താണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ? ഫാത്തിമ എന്ന് പറഞ്ഞേ. ഫാത്തിമ ഷാൻ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുത്തത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്താ? ആരുമില്ലേ പറയാനായിട്ട്? ജോലിക്ക് കയറിയ ശേഷം അവരുടെ ജോലി കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ. അതായത് ഒരു സ്റ്റാഫ് ജോലിക്ക് കയറിയ ശേഷം അവരുടെ ജോലി കുറച്ചും കൂടി ബെറ്റർ ആക്കുന്നതിന് അല്ലെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കുന്നതിന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ആരാ ചോദിച്ചത് എന്നോടത്? ക്ലാസ്സിലുണ്ടായിരുന്നില്ലേ? മുമ്പത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഞാന് കുറച്ച് ടൈം ഉണ്ടായിരുന്നില്ല ക്ലാസ്സില്. ഓക്കെ ഓക്കെ, ഒന്ന് റെക്കോർഡ് എടുത്തൊന്ന് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമ്മള് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്റർ കേറാമലയായിരുന്നു. കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള വശങ്ങളും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് ടഫാണ് വായിച്ച് മനസ്സിലാക്കാനായിട്ട്. എന്നിരുന്നാലും വായിക്കുക കേട്ടോ. അപ്പൊ നമ്മള് അടുത്ത ക്ലാസ്സില് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ടുള്ള ആക്സിഡന്റ് ആൻഡ് എമർജൻസി നമ്മൾ പരിചയപ്പെടും കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you, ma'am. Thank you.